ഈ പല സ്ത്രീകളും പറയുന്ന ഒരു കാര്യമാണ്, എനിക്കൊരിക്കലും ആഹാരം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് ടെൻഷനൊക്കെ വരുമ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് കഴിക്കും എന്ന് പറയാറുണ്ട്. അപ്പം ഞാൻ അവരോട് പറയുന്ന അതിനെയാണ് നമ്മൾ ഇമോഷണൽ ഈറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ രാത്രിയൊക്കെ അവർക്ക് പറഞ്ഞ പോലെ എല്ലാം കഴിച്ച് കിടന്നാലും ഒരു ക്രേവിങ് വന്നിട്ട് അവർ രാത്രി പോയി കോഫി ഉണ്ടാക്കി കുടിക്കുക, ചോക്ലേറ്റ് എടുത്ത് വയ്ക്കുക, ഐസ്ക്രീം എടുത്ത് വയ്ക്കുക. ഇതിപ്പോൾ ഒരു ഭയങ്കര ട്രെൻഡായിട്ട് അത് കഴിക്കുന്നതിലൊന്നൊരു രാത്രിയൊക്കെ പോയി ഐസ്ക്രീം കഴിക്കുന്ന അതൊരു ഒരാൾ ചെയ്ത് കാണുമ്പോഴത്തേക്കും മറ്റാൾക്കാരും അത് കോപ്പി ചെയ്യുന്ന ഒരു ഇതിനകത്തേക്ക് വരുന്നുണ്ട്. പക്ഷേ ഇത് എപ്പോഴും മനസ്സിലാക്കുക, ഇതൊരു അബ്നോർമൽ ആക്ടിവിറ്റിയാണ്. അതൊരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമല്ല അതിൽ നിന്ന് കിട്ടുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ഒത്തിരിയേറെ ഹെൽത്ത് ഇഷ്യൂസും അതുകൊണ്ടുണ്ടാവുന്നുണ്ട്. അപ്പം ഞാൻ എപ്പോഴും അവരോട് പറഞ്ഞു കൊടുക്കുന്നത് വെച്ചാൽ മൈൻഡ്ഫുൾ ഈറ്റിംഗ് എന്ന് പറയും. അതായത് നമ്മൾ ആ ഒരു ആഹാരത്തിന് തന്നെ ശരിക്കും പറഞ്ഞാൽ ഒരു നേച്ചറുമായിട്ട് പ്രകൃതിയിലേക്ക് പോയിട്ട് അതേ ഭക്ഷണം നമുക്ക് കഴിക്കുമ്പോൾ അത്രയും കഴിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അതേസമയം നമ്മളിപ്പോൾ ഒരു TV നോക്കി കഴിക്കുകയാണ്, അല്ലെങ്കിൽ ആൾക്കാരുമായിട്ട് സംസാരിച്ചുകൊണ്ട് കഴിക്കുകയാണെങ്കിൽ നമ്മൾ അറിയാതെ ഒത്തിരി കഴിച്ചു പോകും. അതേസമയം നമ്മൾ അതേ സാധനം തന്നെ വളരെ ലിമിറ്റഡായി നമ്മൾ അതിൻ്റെ സ്വാദും ഇതൊക്കെ നോക്കുമ്പോൾ ഇതിന് ഇത്തിരി ഉപ്പൊക്കെ കൂടുതലാണല്ലോ എന്നൊക്കെ നമ്മൾ ചിലപ്പോൾ അറിയുന്നത് ചിലപ്പോൾ ഒറ്റയ്ക്കിരുന്ന് കഴിച്ച് അതിനെ കഴിക്കുന്നതായിട്ട് നമ്മൾ മൈൻഡ്ഫുള്ളായിട്ട് ഇരുന്ന് ആലോചിച്ച് കഴിക്കുമ്പോൾ നമ്മളുടെ ഒത്തിരി എമൗണ്ട് കുറയ്ക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് പ്രാണായാമം അതുപോലെ തന്നെ യോഗ പ്രാക്ടീസും ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇമോഷണൽ ഈറ്റിങ്ങിനെ മൈൻഡ്ഫുൾ ഈറ്റിംഗ് ആയിട്ട് മാറ്റാൻ പറ്റും.